മകളെ, പാണ്ഡവർക്ക് അവരുടെ അവകാശമായ പകുതി രാജ്യം വിട്ടുകൊടുക്കണമോ എന്നൊരു ചർച്ചയായിരുന്നു കൗരവസഭയിൽ അരങ്ങേറിക്കൊണ്ടിരുന്നത്. പരസ്പരം സന്ധി ചെയ്യുന്നതിന് വേണ്ട സമവായങ്ങളൊക്കെ നടന്നു. യുദ്ധം ചെയ്തിട്ടാണെങ്കിലും അവകാശപ്പെട്ട രാജ്യം പിടിച്ചെടുക്കുമെന്ന് പാണ്ഡവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ചൂത് കളിച്ചാണ് പാണ്ഡവർ സ്വത്തും രാജ്യവുമെല്ലാം നഷ്ടപ്പെടുത്തിയതെന്ന് ദുര്യോധനൻ വാദിച്ചു. ചൂതിൽ കള്ളക്കളി കാണിച്ചതൊന്നും അവർക്കൊരു പ്രശ്നമല്ല. ദുര്യോധനൻ പിടിവാശിയോടെ പറഞ്ഞു, പാണ്ഡവർക്ക് സൂചി കുത്താൻ ഇടം പോലും കൊടുക്കുകയില്ല. കർണൻ, ദുശാസനൻ, ശകുനി എന്നീ ചതിയന്മാർ ദുര്യോധനനെ പിന്താങ്ങി. ആദ്യമൊക്കെ പാണ്ഡവർക്ക് സ്വന്തമായ രാജ്യം ചൂതുകളിയിലൂടെ കൈയടക്കാൻ ദുര്യോധനനെ പിതാവായ ധൃതരാഷ്ട്രരും പ്രോത്സാഹിപ്പിച്ചിരുന്നു. പക്ഷേ ഇതിൻ്റെ പേരിൽ ഒരു യുദ്ധമുണ്ടായാൽ അത് കൗരവവംശത്തിൻ്റെ തായ്വേരിറക്കുമെന്ന് മുതിർന്നവർ പറഞ്ഞപ്പോൾ ധൃതരാഷ്ട്രം ദുര്യോധനെ എതിർത്തു തുടങ്ങി. മനസ്സിൻ്റെ സ്വസ്ഥത നഷ്ടപ്പെട്ട രാജാവ് പലരിൽ നിന്നും ഉപദേശങ്ങൾ തേടി. പാണ്ഡവരുടെ ആയുധശക്തിയെക്കുറിച്ചും സൈനിക ശക്തിയെക്കുറിച്ചും കേട്ടപ്പോൾ ധൃതരാഷ്ട്രർക്ക് ഭയമായി. അതിനായി പാണ്ഡവരുടെ സൈനിക സമാഹരണത്തെക്കുറിച്ച് രാജാവിൻ്റെ ഉപദേശകനായ സഞ്ജയനോട് ചോദിച്ചപ്പോൾ ആ വിവരം ഗാന്ധാരിയുടെയും വേദവ്യാസിൻ്റെയും മുന്നിൽ വെച്ച് വെളിപ്പെടുത്താമെന്ന് സഞ്ജയൻ പറഞ്ഞു. രാജാവിൻ്റെ ആജ്ഞപ്രകാരം ഗാന്ധാരിയും വേദവ്യാസനും വന്നു ചേർന്നപ്പോൾ സഞ്ജയൻ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങി. അവിടെയാണ് കഥ നിർത്തിയത്. ശ്രീകൃഷ്ണൻ്റെ ശക്തിവിലാസങ്ങളെക്കുറിച്ച് സഞ്ജയൻ വിവരിക്കുകയായിരുന്നു. അപ്പോൾ ധൃതരാഷ്ട്രർ ദുര്യോധനെ വിളിച്ചു വരുത്തി സഞ്ജയൻ പറയുന്ന കാര്യങ്ങളെ കണക്കിലെടുത്ത് പാണ്ഡവരുമായി സഖ്യം ചെയ്യുവാൻ ഉപദേശിക്കുന്നു. ധൃതരാഷ്ട്രയുടെ വാക്കുകൾ കേട്ടപ്പോൾ ദുര്യോധനൻ പറഞ്ഞു, ഭഗവാൻ ശ്രീകൃഷ്ണൻ സർവശക്തനാണെന്ന് എനിക്കറിയാം. അദ്ദേഹം 3 ലോകങ്ങളെയും സംഹരിക്കട്ടെ. എന്നാൽ അർജുനൻ്റെ സുഹൃത്താണ് അയാൾ എന്ന് വിളംബരം ചെയ്താൽ അത് അംഗീകരിക്കുവാൻ എനിക്ക് കഴിയില്ല. അപ്പോൾ ധൃതരാഷ്ട്രർ ഗാന്ധാരിയോട് പറഞ്ഞു, ഗാന്ധാരി, ദുർബുദ്ധിയായ നമ്മുടെ മകൻ സജ്ജനങ്ങൾ ഉപദേശിക്കുന്നതൊന്നും ചെവിക്കൊള്ളുന്നില്ല. അവൻ്റെ ഈ അഹങ്കാരം അധോഗതിയിലേ ചെന്ന് അവസാനിക്കൂ. ഗാന്ധാരി പറഞ്ഞു, ദുര്യോധന, നീ ദുർബുദ്ധിയും മൂഢനുമാണ്. അതാണ് മുതിർന്നവർ പറയുന്നതിനെ നീ തട്ടിക്കളയുന്നത്. ഇങ്ങനെയായാൽ ഇന്ന് നിനക്കുള്ള ഐശ്വര്യമെല്ലാം നീ തന്നെ നഷ്ടപ്പെടുത്തുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നോക്കൂ, ആ ഭീമസേനൻ നിൻ്റെ ജീവൻ കയ്യിലൊതുക്കുമ്പോൾ നിൻ്റെ അച്ഛൻ്റെയും നിൻ്റെ നന്മ ആഗ്രഹിക്കുന്നവരുടെയും വാക്കുകളെ ഓർത്ത് നിനക്ക് ദുഃഖിക്കേണ്ടി വരും. അപ്പോൾ വേദവ്യാസൻ ഇടപെട്ട് പറഞ്ഞു, ധൃതരാഷ്ട്രേ, ഞാൻ പറയുന്നത് കേൾക്കൂ. സഞ്ജയൻ പറയുന്ന കാര്യങ്ങളെ മുഖവിലക്കെടുക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അയാൾ പുരാണപുരുഷനായി ഹൃഷികേശൻ്റെ തത്വങ്ങൾ പൂർണ്ണമായും അറിയുന്നവനാണ്. ആ വാക്കുകളെ അനുസരിച്ചാൽ നിങ്ങൾക്ക് മരണഭയത്തിൽ നിന്നും മുക്തി നേടാം. ദുരാഗ്രഹങ്ങളാൽ അന്ധനായവർ അന്ധനാൽ നയിക്കപ്പെടുന്ന അന്ധനെ പോലെ കർമ്മഫലങ്ങൾക്കനുസരിച്ച് മരണത്തിൻ്റെ വായിൽ ചെന്ന് വീണ്ടും വീണ്ടും പതിക്കാം. ബുദ്ധിമാന്മാരായവർക്ക് മാത്രമേ മുക്തിയുടെ മാർഗം തേടിപ്പോകാനാകൂ. മൃത്യുവിൻ്റെ ഭയത്തെ ലംഘിക്കുന്നവന് ഒന്നിലും ആസക്തി ഉണ്ടാകുകയില്ല. ധൃതരാഷ്ട്രർ നിസ്സഹായനായി സഞ്ജയനോട് ചോദിച്ചു, സഞ്ജയ, ഭഗവാൻ ശ്രീകൃഷ്ണനെ ആശ്രയിച്ച് പരമമായ ലോകത്തെത്തിച്ചേരുവാനുള്ള വഴികൾ എനിക്ക് പറഞ്ഞു തരൂ. സഞ്ജയൻ പറഞ്ഞു, മഹാരാജാവേ, ജിതേന്ദ്രിയനും ധർമ്മപരിപാലനം ചെയ്യുന്നവനും വിഷ്ണുപദം പോകാൻ സംയമശീലമല്ലാതെ മറ്റൊരു വഴിയും ഇല്ല. സുഖങ്ങളെ ഉപേക്ഷിക്കുകയാണ് സംയമം ശീലിക്കുവാനുള്ള മാർഗം. ഇന്ദ്രിയങ്ങളെ നിശ്ചലമാക്കി നിയന്ത്രിച്ച് നിർത്തുന്നതാണ് ജ്ഞാനമെന്ന് പണ്ഡിതന്മാർ പറയുന്നു. ജ്ഞാനത്തിൻ്റെ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നവന് മാത്രമേ ആ പരമമായ വിഷ്ണുപദം പ്രാപിക്കുവാൻ കഴിയൂ. ധൃതരാഷ്ട്രർ പറഞ്ഞു, ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ വിശ്വരൂപവും പരമമായ നാമങ്ങളും വിവരിച്ചു പറയൂ. ആ നാമങ്ങളുടെയും കർമ്മങ്ങളുടെയും പരമമായ സത്യം ഗ്രഹിച്ച് ഞാൻ ആ പാദങ്ങളിൽ എത്തിച്ചേരട്ടെ. സഞ്ജയൻ പറഞ്ഞു, മഹാരാജാവേ, ശ്രീകൃഷ്ണൻ്റെ ചില നാമങ്ങളുടെ ഉത്ഭവം ഞാൻ പറയാം. സകല പ്രാണികളെയും സ്വന്തം മായയാൽ ആവരണം ചെയ്യുകയാലും സർവ്വദേവന്മാരുടെയും ഉത്ഭവസ്ഥാനം അദ്ദേഹമാകിയാലും ഭഗവാൻ വാസുദേവനെന്ന് അറിയപ്പെടുന്നു. സർവവ്യാപി ആയതിനാൽ വിഷ്ണുവാണ്. മൗനം, ധ്യാനം എന്നിവയാൽ മാത്രം പ്രാപിക്കാൻ കഴിയുന്നവനാകയാൽ മാധവനെന്ന് നാമമുണ്ടായി. അസുരനായ മധുവിനെ വധിക്കുക കൊണ്ട് മധുസൂദനൻ ആയി. കൃഷ് എന്ന ധാതുവിന് ഉണ്മ, സത്യം എന്നൊക്കെ അർത്ഥമുണ്ട്. കൃഷ് എന്നും ഉണ്മയെന്നുമുള്ള ഭാവങ്ങളുടെ യോഗത്താൽ ഭഗവാൻ
കൃഷ്ണനെന്ന് അറിയപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ നിത്യമായ വാസം ഹൃദയമാകുന്ന വെൺതാമര അഥവാ പുണ്ടരീകമാകയാൽ അദ്ദേഹം പുണ്ടരീകാക്ഷൻ ആകുന്നു. മോക്ഷത്തിനായി ജനങ്ങൾ ആശ്രയിക്കയാലും ദുഷ്ടജനങ്ങളെ അമർച്ച ചെയ്യുന്നതിനാലും കൃഷ്ണൻ ജനാർദ്ദനനെന്നും വിളിക്കപ്പെടുന്നു. സത്വഗുണങ്ങളിൽ നിന്നും വ്യതിചലിക്കാത്തവനാകയാൽ സാത്വതനായി, മറ്റൊരു ജീവിയിൽ നിന്നും ജനിക്കാത്തതിനാൽ അജൻ എന്നും, ഇന്ദ്രിയങ്ങളെ സ്വയം പ്രകാശിപ്പിക്കുന്ന ഉദരത്തെ ദമനം ചെയ്യുന്നതിനാൽ ദാമോദരൻ എന്നും വിളിക്കപ്പെടുന്നു. ഹൃഷീകങ്ങൾ അഥവാ ഇന്ദ്രിയങ്ങളുടെ ഈശ്വരനാകയാൽ ഹൃഷീകേശനെന്ന് അറിയപ്പെട്ടു. ഭൂമിയെയും ആകാശത്തെയും ധരിക്കുന്നതിനാൽ മഹാബാഹു. നരന്മാർക്ക് അയനം അഥവാ വഴികാട്ടി കൊടുക്കുന്നവനാകയാൽ നാരായണൻ എന്നും ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ അറിയപ്പെടുന്നു. ഇങ്ങനെ പറഞ്ഞാലൊടുങ്ങാത്തവണ്ണം നാമങ്ങളുണ്ട് അദ്ദേഹത്തിന്. ഇപ്രകാരമെല്ലാം സർവശക്തനായ ഭഗവാൻ കൗരവരെ സതുപദേശങ്ങളിലൂടെ നേർവഴിക്ക് നയിക്കുവാനായി ഇവിടേക്ക് എഴുന്നള്ളുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ അത്ഭുതത്താലുണ്ടായ ഞെട്ടലോടെ ധൃതരാഷ്ട്രർ പറഞ്ഞു, ഭഗവാന്റെ തിരുസ്വരൂപം നേത്രങ്ങളാൽ കാണാൻ കഴിയുന്ന ഭാഗ്യവാന്മാരെ ഓർത്ത് എനിക്ക് അസൂയയുണ്ട്. ആദിയും മധ്യവും അന്തവും ഇല്ലാത്തവനും അനന്തമായ കീർത്തിക്ക് ഉടമയുമായ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ പാദങ്ങളിൽ ഞാൻ ആശ്രയം തേടുന്നു. ഈ സമയത്ത് പാണ്ഡവരുടെ ഭാഗത്ത് സഞ്ജയൻ ദൂതറിയിച്ച് പോയ ശേഷം യുധിഷ്ഠിരനും ശ്രീകൃഷ്ണനും തമ്മിൽ സംസാരിക്കുകയായിരുന്നു. യുധിഷ്ഠിരൻ ചോദിച്ചു, കൃഷ്ണ, യുദ്ധം ഒഴിവാക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഞങ്ങളുടെ രക്ഷയ്ക്ക് അങ്ങ് മാത്രമേ ആശ്രയമുള്ളൂ. ആ വിശ്വാസമുള്ളതിനാൽ ഞങ്ങൾക്ക് അർഹതപ്പെട്ട രാജ്യം ദുര്യോധനോട് നിർഭയം ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നു. കൃഷ്ണൻ പറഞ്ഞു, രാജാവേ, ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത് അത് പറയൂ, ഞാൻ എന്തിനും തയ്യാർ. യുധിഷ്ഠിരൻ പറഞ്ഞു, കൃഷ്ണ, സഞ്ജയൻ പറഞ്ഞ സന്ദേശം അയാളുടെ യജമാനൻ ആലോചിച്ചെടുത്ത തീരുമാനം തന്നെയല്ലേ? ദൂതന്മാർ ഒരിക്കലും സ്വന്തം അഭിപ്രായം പറയാൻ പാടില്ലല്ലോ. അങ്ങനെ ചെയ്യുന്ന ദൂതൻ വധശിക്ഷ അർഹിക്കുന്നു. അപ്പോൾ സഞ്ജയൻ്റെ വാക്കുകളെ നമുക്ക് വിശ്വസിക്കാം. ധൃതരാഷ്ട്ര മഹാരാജാവ് രാജ്യത്തോട് വലിയ ആഗ്രഹമുള്ള ആളാണ്. അതാണല്ലോ അദ്ദേഹം നമ്മളോട് സന്ധി ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. മഹാരാജാവ് വാക്കുപാലിക്കുമെന്ന് കരുതിയാണ് ഞങ്ങൾ 12 വർഷം വനവാസവും 1 വർഷത്തെ അജ്ഞാതവാസവും ചെയ്തത്. മൂഢനായ മകൻ്റെ ദുരാഗ്രഹത്തിന് വഴങ്ങി രാജാവിൻ്റെ ധർമ്മചിന്ത നഷ്ടമായിരിക്കുന്നു. ദുര്യോധനൻ്റെ കൽപ്പനകൾ നടപ്പാക്കുക മാത്രമാണ് അദ്ദേഹം ഇപ്പോൾ ചെയ്യുന്നത്. ഞങ്ങൾ പാണ്ഡവർക്ക് വൃദ്ധയായ മാതാവിനെ ശുശ്രൂഷിക്കാനോ ബന്ധുജനങ്ങൾക്ക് സംരക്ഷണം നൽകുവാനോ കഴിയുന്നില്ല. ചേതി, പാഞ്ചാലം, മാത്സ്യം, കാശി എന്നീ രാജ്യങ്ങളുടെ പിൻബലവും അങ്ങയുടെ സഹായവും ഞങ്ങൾക്കുണ്ട്. എന്നിട്ടും യുദ്ധം ഒഴിവാക്കാൻ 5 ഗ്രാമങ്ങൾ മാത്രമേ ഞാൻ ആവശ്യപ്പെടുന്നുള്ളൂ. അവിസ്ഥലം, മൃഗസ്ഥലം, മാഗന്തി, വാരണാപദം കൂടാതെ 5ാമതായി അവർക്കിഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഗ്രാമം മാത്രമാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. ഇത് കിട്ടിയാൽ ഞങ്ങൾ തൃപ്തരായി ജീവിച്ചു കൊള്ളാം. ഞങ്ങൾ നിമിത്തം ഭാരതവംശത്തിന് ക്ഷയം സംഭവിക്കരുതെന്ന് കരുതിയാണ് ഇങ്ങനെ ആവശ്യപ്പെടുന്നത്. പക്ഷേ ദുരാഗ്രഹിയായ ദുര്യോധനന് അത് സമ്മതമല്ല. ദാരിദ്ര്യം ക്ലേശകരമായ ഒരനുഭവമാണ്. എന്നാൽ ജന്മനാ ദരിദ്രനായ ഒരാൾക്ക് അതൊരു ദുഃഖമല്ല. കൃഷ്ണ, കൗരവരുമായി സന്ധി ചെയ്ത് തുല്യനിലയിൽ ഐശ്വര്യവും സമ്പത്തും ഉപയോഗിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിന് കഴിയുന്നില്ലെങ്കിൽ അവരെ വധിച്ച് രാജ്യമെല്ലാം കൈവശപ്പെടുത്തണം. യുദ്ധമെന്നും ദുഃഖത്തിലാണ് അവസാനിക്കുക. അതിനാൽ അത് ഒഴിവാക്കാനാണ് ആഗ്രഹിക്കുന്നത്. അല്പം വിനയം കാണിച്ചെങ്കിലേ സന്ധിയുണ്ടാവുകയുള്ളൂ എങ്കിൽ അതിനും എനിക്ക് സമ്മതമാണ്. ശാന്തി കൊണ്ട് കാര്യം നടക്കുന്നില്ലെങ്കിൽ ശക്തി കൊണ്ട് നടപ്പാക്കേണ്ടി വരും. കൃഷ്ണ, ഈ പ്രതിസന്ധിയിൽ അങ്ങ് എന്താണ് അഭിപ്രായപ്പെടുന്നത്? ധർമ്മത്തിനും അർത്ഥത്തിനും കോട്ടം തട്ടാതെ എന്തു മാർഗം നമുക്ക് സ്വീകരിക്കാൻ കഴിയും? അങ്ങയോടല്ലാതെ മറ്റാരോടും ചോദിക്കാനില്ല. കൃഷ്ണൻ പറഞ്ഞു, 2 പക്ഷക്കാർക്കും ഹിതകരമായ ഒരു തീരുമാനമുണ്ടാക്കാൻ ശ്രമിക്കണം. അതിന് ഞാൻ തന്നെ ശ്രമിക്കാം. നിങ്ങൾക്ക് ഗുണകരമായ ഒരു തീരുമാനമുണ്ടായാൽ അതൊരു വലിയ കാര്യമല്ലേ? യുധിഷ്ഠിരൻ പറഞ്ഞു, കൃഷ്ണ, കൗരവസഭയിലേക്ക് അങ്ങ് ഒരു ദൂതനായി പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങ് എത്ര തന്നെ നയപരമായി സന്ധി ചെയ്യാൻ ശ്രമിച്ചാലും ദുര്യോധനൻ വഴങ്ങുമെന്ന് എനിക്ക് വിശ്വാസമില്ല. അവിടെ വെച്ച് അങ്ങയ്ക്ക് ഹിതകരമല്ലാത്ത അനുഭവങ്ങൾ വല്ലതുമുണ്ടായാൽ അതിൽ നിന്നുണ്ടാകുന്ന ദുഃഖത്തിന് പരിഹാരം ഒന്നുമില്ല. കൃഷ്ണൻ പറഞ്ഞു, രാജാവേ, ദുര്യോധനൻ എത്രത്തോളം ഹീനനാണെന്ന് എനിക്കറിയാം. നമ്മൾ എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കുന്നു. അതിൽ മറ്റു രാജാക്കന്മാർക്ക് പോലും അഭിപ്രായ വ്യത്യാസമുണ്ടാകാൻ വഴിയില്ല. എന്നെക്കുറിച്ച് ഉത്കണ്ഠപ്പെടേണ്ട യാതൊരു ആവശ്യവുമില്ല.
ക്രോധത്തോടെ നിൽക്കുന്ന എന്നെ എതിർക്കാൻ ദുര്യോധനനോ കൗരവരോ തയ്യാറാകുകയില്ല. ഈ ഭൂമണ്ഡലത്തിലുള്ള എല്ലാ രാജാക്കന്മാരും ഒന്നിച്ചു തീർത്താൽ പോലും എൻ്റെ ശക്തിക്ക് മുന്നിൽ അവർക്ക് വിജയിക്കാൻ ആവുകയില്ല. അതുകൊണ്ട് എൻ്റെ ഈ യാത്ര ഫലം കാണുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഫലം കണ്ടില്ലെങ്കിൽ തന്നെ നാം ഒരു ശ്രമം നടത്തിയില്ലെന്ന് ലോകർ പഴിക്കരുതല്ലോ. യുധിഷ്ഠിരൻ പറഞ്ഞു, അങ്ങ് ആഗ്രഹിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അതുതന്നെ നടക്കട്ടെ. അങ്ങയുടെ ദൗത്യം വിജയം കണ്ട് മടങ്ങി വരണമെന്നേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഇരുവിഭാഗത്തിനും സന്തോഷത്തോടെ ജീവിക്കാനുള്ള സാഹചര്യമുണ്ടായാൽ മതി. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കൃഷ്ണൻ പറഞ്ഞു, രാജാവേ, അങ്ങയുടെ ചിന്ത ഉചിതം തന്നെ. പോരടിക്കാതെ കിട്ടുന്നതെന്തും നല്ലതാണെന്ന് അങ്ങ് കരുതുന്നു. പക്ഷേ ഇത് ക്ഷത്രിയന് ഉചിതമല്ല. ഭിക്ഷ ചോദിക്കുകയല്ല, പോരിൽ വിജയിച്ച് നേട്ടം കൈവരിക്കുകയാണ് ക്ഷത്രിയൻ ചെയ്യേണ്ടത്. പരാജയപ്പെട്ടാൽ വീരസ്വർഗവും ലാഭം. ഈ ദൈന്യഭാവം കൊണ്ട് ഉപജീവനം കഴിക്കുന്നത് ക്ഷത്രിയോചിതമല്ല. ഇനി അങ്ങ് ഗൗരവമായി ചിന്തിക്കേണ്ട കാര്യമാണ്. കഴിഞ്ഞ കുറേ കാലമായി മുഴുവൻ രാജ്യവും വാഴുന്നത് കൗരവരാണ്. ഈ അവസരത്തിൽ അവർ സ്നേഹം കാണിച്ച് കുറേ രാജാക്കന്മാരെ അവരുടെ വശത്ത് ആക്കിയിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ രാജ്യം വിട്ടുകൊടുത്തുകൊണ്ടൊരു സന്ധിക്ക് കൗരവർ തയ്യാറാകുമെന്ന് ഞാൻ കരുതുന്നില്ല. ഒപ്പം തന്നെ മഹാന്മാരായ ഭീഷ്മർ, ദ്രോണർ തുടങ്ങിയവരെല്ലാം അവർക്കൊപ്പം ഉണ്ടെന്നുള്ള അഹങ്കാരവും അവർക്കുണ്ട്. അങ്ങ് അവരോട് നയത്തിൽ പെരുമാറും തോറും ഭൂമി വിട്ടുതരാൻ അവർ തയ്യാറാകില്ല. അവരുമായി യോജിച്ചുള്ള ജീവിതം ശാശ്വതമാകില്ല എന്ന് അങ്ങ് മനസ്സിലാക്കണം. ചൂതുകളി കഴിഞ്ഞ് ദുശാസനൻ ദ്രൗപദിയെ മുടിയിൽ കുത്തിപ്പിടിച്ച് വലിച്ചിഴച്ചു. കൗരവസഭയിൽ പ്രമുഖരെല്ലാം ഇരിക്കുമ്പോൾ അവളെ പലതവണ മൃഗമെന്ന് വിളിച്ച് ആക്ഷേപിച്ചു. അന്ന് അങ്ങാണ് നിങ്ങളുടെ സഹോദരന്മാരെ വിലക്കിയത്. ധർമ്മത്തിൻ്റെ പേരിൽ അവരന്ന് ഒന്നും ചെയ്തില്ല. അത്തരക്കാരോട് സന്ധി ചെയ്യുകയാണ് വേണ്ടത്. കൊന്നുകളയേണ്ട അവരെ. എന്തായാലും അങ്ങ് വിഷമിക്കേണ്ട. ഞാൻ കൗരവസഭയിൽ ചെന്ന് അങ്ങയുടെ ഗുണങ്ങളും ദുര്യോധനൻ്റെ ദോഷങ്ങളും ചൂണ്ടിക്കാണിക്കാം. ധർമ്മമല്ലാത്തതൊന്നും ഞാൻ പറയില്ല. ധൃതരാഷ്ട്രരെയും ദുര്യോധനനെയും മറ്റുള്ളവർ നിന്ദിക്കും. അങ്ങയുടെ കാര്യങ്ങൾ സാധിതമാകും. അവർ എന്തെല്ലാം തയ്യാറെടുപ്പുകൾ നടത്തി എന്നറിയുവാൻ ഈ അവസരം ഉപകരിക്കുകയും ചെയ്യും. എന്തു തന്നെ സംഭവിച്ചാലും അങ്ങ് യുദ്ധത്തിനുള്ള ഒരുക്കങ്ങൾ തുടരുക. ഇത്രയും പറഞ്ഞ് ശ്രീകൃഷ്ണൻ കൗരവസഭയിലേക്ക് ഒരു സന്ധിസംഭാഷണത്തിന് പോകാൻ വേണ്ടി തയ്യാറായി. കഥയുടെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ദിവസം കേൾക്കാം.